നമസ്കാരം. മഴ തോരും മുമ്പേ സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു അലീന സ്റ്റാൻലിയുടെ ജോലിക്കാരെ എല്ലാം ചോദ്യം ചെയ്യുന്നത്. എല്ലാ ജോലിക്കാരും തട്ടിപ്പുകാർ തന്നെയായിരുന്നു കേട്ടോ. ആ തട്ടിപ്പൊക്കെ അലീന കണ്ടെത്തുകയാണ്. ആ വിവരങ്ങളെല്ലാം ഔതുക്കുട്ടിച്ചായനും അറിയാം. എന്നാൽ ഈ തട്ടിപ്പിനെ കുറിച്ച് സ്റ്റാൻലിയോട് പറയുന്നില്ല അലീന. ഔതുക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, മോളെ ഇതൊക്കെ സ്റ്റാൻലിയോട് പറയണ്ടേ, അവൻ ഇതൊക്കെ അറിയണ്ടേ എന്ന്. അപ്പോൾ അലീന പറയാം, എന്തിനാ വല്യപ്പച്ച നമ്മളിപ്പോൾ അത് ചെയ്യുന്നത്? പപ്പ അത്രയ്ക്ക് അവരൊക്കെ പപ്പായെ ചതിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പപ്പായ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല. അവരെ പിരിച്ചുവിടുക തന്നെ ചെയ്യും. നമുക്ക് എന്തായാലും ഒരു പ്രാവശ്യം കൂടി അവരോട് ക്ഷമിക്കാം എന്ന് പറയാണ്. അപ്പോൾ ഔതുക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, മോളെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണേ. എന്നാൽ സകല തട്ടിപ്പും പിടിച്ചെന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ പൗലോസ് അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങാണ്. അതേസമയം എൽസമ്മയുടെ വീട്ടുകാർ, എൽസമ്മയും റീത്താമ്മയും പള്ളിയിലെ വികാരി അച്ഛനെയും MLAയും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ, സ്റ്റാൻലിയെ ചോദ്യം ചെയ്യാനായിട്ട്. ആ സമയം സ്റ്റാൻലി അലീനയെ ചേർത്ത് നിർത്തുന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പൗലോസ് ഇതിനകം തന്നെ തൻ്റെ ബാഗെല്ലാം അടുക്കി സ്റ്റാൻലിയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞിരുന്നു. സ്റ്റാൻലി ആശ്ചര്യത്തോടെ പൗലോസിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, ആഹാ കൊള്ളാലോ, ഞാൻ അത്രയും പറഞ്ഞതോടുകൂടി നീ പോകാൻ തന്നെ അങ്ങ് തീരുമാനിച്ചോ? ഞാൻ അങ്ങനെ അങ്ങ് പോവില്ല മുതലാളി, വീട്ടിലൊന്ന് പോയിട്ട് വരാം. അത് ശരി, ഇന്നലെ രാത്രി നിനക്ക് ബോധോദയം ഉണ്ടായതാണോ വീട്ടിലൊന്ന് പോയിട്ട് വരണമെന്ന്? പൗലോസ് മറുപടിയൊന്നും പറയാതെ അല്പനിമിഷം മൗനമായി നിന്നു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, എനിക്കൊരു 5000 രൂപ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. മുതലാളി ഉടൻ തന്നെ സ്റ്റാൻലി ഒരു 5000 രൂപ എടുത്ത് പൗലോസിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. പൗലോസ് ബൈജുവിൻ്റെയും രാജപ്പൻ്റെയും അടുത്തേക്ക് ചെന്നു. ബൈജു വളരെ ആകാംക്ഷയോടുകൂടി ചോദിക്കുകയാണ്, മുതലാളി അറിഞ്ഞോ ഇന്നലെ ഇവിടെ നടന്ന സംഭവം വല്ലതും? ഇല്ല, ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. പൗലോസേട്ടൻ പോയിട്ട് തിരികെ വരുമോ? എൻ്റെ പട്ടി വരും. എൻ്റെ വില എന്താണെന്ന് അയാൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. അല്ല, പൗലോസേട്ടൻ മുതലാളിയുടെ അടുത്ത് പോവാന്ന് പറഞ്ഞോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല, പോയിട്ട് വരാമെന്നാ പറഞ്ഞത്. ആ, പൗലോസേട്ടൻ രക്ഷപ്പെട്ടു. ഞങ്ങളുടെ കാര്യം ആ കഷ്ടം. മുതലാളി ഇനി എപ്പോഴാണ് വിളിച്ച് ചോദ്യം ചെയ്യുന്നതെന്ന് ആർക്കറിയാം? എടാ കളഞ്ഞിട്ട് പോടാ ബൈജു. നിന്നെപ്പോലെ മിടുക്കനായ ഒരു ഡ്രൈവർ വേറെ എവിടെയാ ജോലി കിട്ടാത്തത്? അതുപോലെ തന്നെ രാജപ്പൻ ഈ പട്ടികളെ താലോലിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കിളയ്ക്കാൻ പോയാൽ ഡെയിലി 1000 രൂപ കയ്യിൽ കിട്ടുമല്ലോടാ. എന്തായാലും ഞാനിതാ പോവാ. ഇനി നമ്മൾ തമ്മിൽ കണ്ടാലായി, കണ്ടില്ലെങ്കിലായി. ഇത്രയും പറഞ്ഞിട്ട് പൗലോസ് കാലുകൾ നീട്ടിവെച്ച് നടന്നകന്നു. 4 മണി നേരം കഴിഞ്ഞു. പുറത്ത് വാഹനങ്ങളുടെ ഇരമ്പൽ കേട്ട് ഔതുക്കുട്ടിച്ചായൻ ജനാലക്കൽ വകഞ്ഞു നോക്കി. അലീന അപ്പോൾ ഇസ്തിരി ഇട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. തുണികൾക്ക് അലീന ചോദിക്കുന്നുണ്ട്, ആരാ അകപ്പച്ച? ഔതുക്കുട്ടിച്ചായൻ അലീനയെ കൈകാട്ടി വിളിക്കുകയാണ്. കാണണമെങ്കിൽ പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വാ. അലീന പെട്ടെന്ന് ജനാലയ്ക്കരികിലേക്ക് എത്തി. അരികൾക്കിടയിലൂടെ അവൾ കണ്ടു 3 കാറുകൾ, 2 ജീപ്പുകൾ, ഒരു ബൈക്ക്. മുറ്റത്ത് അവിടെ ഇവിടെയായി അവ നിന്നു. വാഹനങ്ങളുടെ ഡോർ തുറന്ന് ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു കാറിൽ നിന്ന് ഒരു വൈദികൻ ഇറങ്ങി. അത് കണ്ടുകൊണ്ട് ഔതുക്കുട്ടിച്ചായൻ പറയാണ്, ഇത് അഞ്ചലിലെ വികാരിയച്ഛനാ. മറ്റേ 2 കാറിലും വന്നിരിക്കുന്നത് രാഷ്ട്രീയക്കാരാ. ആഹാ, റീത്താമ്മയും എൽസമ്മയും മോളുടെ ആങ്ങളമാരും ബന്ധുക്കളും പിള്ളേരും എല്ലാവരും ഉണ്ടല്ലോ. ഏതാ വല്യപ്പച്ച ഈ എൽസമ്മ? അലീനയ്ക്ക് ആകാംക്ഷയായി. കാണിച്ചു തരാം, തൽക്കാലം നീ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങേണ്ട. 2 കൽപ്പിച്ച് അവരുടെ വരവെന്ന് തോന്നുന്നു. മുഖം നോക്കിയാൽ തന്നെ അറിയാം. ഔതുക്കുട്ടിച്ചായൻ മുറിയിൽ നിന്നും ഇടനാഴിയിലേക്ക് ഇറങ്ങി. വാതിൽ ചേർത്തടച്ചു. അലീന ആ ജനാലകൾക്ക് തന്നെ നിൽക്കുകയായിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ക്രീം നിറത്തിലുള്ള സാരി ഉടുത്ത ഒരു മധ്യവയസ്ക മുറിയിലേക്ക് കയറി വരുന്നതാണ് അവൾ കണ്ടത്. അലീന ജനാലയ്ക്കടുത്താണെന്നറിയാതെ അവർ അങ്ങിങ്ങ് നോക്കിക്കൊണ്ട് മുറിയുടെ മധ്യഭാഗത്തേക്ക് നടന്നു. അവരുടെ പിന്നാലെ 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അതിൽ ടാനിയായ അലീന തിരിച്ചറിഞ്ഞു. മറ്റേ പെൺകുട്ടി അലസമായി നഖം കടിച്ചുകൊണ്ട് ഒന്ന് വട്ടം തിരിഞ്ഞു. അലീന നിൽക്കുന്നത് കണ്ട് അവളുടെ മുഖത്ത് ആഹ്ലാദം വിടർന്നു. പെട്ടെന്ന് അലീനയുടെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവൾ പറയുകയാണ്, മമ്മി ദേ നിൽക്കുന്നു ആ ചേച്ചി. മധ്യവയസ്കയായ സ്ത്രീ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു. ആരും പരിചയപ്പെടുത്തിയില്ലെങ്കിലും അലീനയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു, റിട്ടയേർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ ഭാര്യ എൽസമ്മ, തൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീ. മറ്റേ 2 പെൺകുട്ടികളും തൻ്റെ അനുജത്തിമാരാണ്. അലീന സാവധാനം എൽസമ്മയുടെ മുൻപിലേക്ക് ചെന്നു. തുടർന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് മന്ദഹസിച്ചു. എൽസമ്മ അവരുടെ മുഖത്തേക്ക് തന്നെ ഉറ്റു നോക്കിക്കൊണ്ടേയിരുന്നു. വേറെ ഏതോ ഓർമ്മയിലേക്ക് പെട്ടെന്ന് അവൾ വഴുതിപ്പോയതുപോലെ അലീനയ്ക്ക് തോന്നി. അവരുടെ മുടി പലയിടങ്ങളിൽ നിന്ന് നരച്ചിരുന്നു. കൺതടങ്ങളിൽ നിഴൽ വീണതുപോലെ ഇരുണ്ട് കിടക്കുന്നു.
അവരുടെ നെറ്റിയിലും കവിളിലും നേരത്തെ ചുളിവുകൾ പ്രത്യക്ഷപ്പെട്ടു. തടിച്ചതോ മെലിഞ്ഞതോ അല്ലാത്തതും എന്നാൽ ക്ഷീണിതയുമായ ഒരു ശരീരപ്രകൃതം. യൗവനത്തിൽ അവർ സുന്ദരിയായിരുന്നുവെന്ന് അലീന ഊഹിച്ചു. അലീനയുടെ മുഖത്തൊന്നും കണ്ണെടുക്കാതെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന എൽസമ്മയോട് സോഫയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അലീന പറയുകയാണ്, അങ്ങോട്ട് ഇരിക്കാലോ. പെട്ടെന്നൊന്ന് ഞെട്ടി ഉണർന്നതുപോലെ എൽസമ്മ വീണ്ടും അലീനയെ നോക്കി. ഒരു മാത്രം നേരത്തേക്ക് അവരുടെ മുഖത്ത് വെറുപ്പും നിന്നയും ഇരമ്പിക്കയറി പൊട്ടിത്തെറിക്കും പോലെ അവർ എന്തെങ്കിലും പറഞ്ഞേക്കുമെന്ന് അലീനയ്ക്ക് തോന്നി. പക്ഷേ അഗ്നിപർവ്വതത്തിന്റെ ജ്വാലാമുഖം പെട്ടെന്ന് അണഞ്ഞതുപോലെ അത് അപ്രത്യക്ഷമായി. അവരുടെ രണ്ടാമത്തെ കുട്ടി സോഫയിലേക്ക് ചെന്ന് വീണു. അവൾ അത് ചാരിക്കിടക്കുകയും എഴുന്നേറ്റ് ചമ്രം പടിഞ്ഞിരിക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ മൃദുത്വം ആസ്വദിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് അവൾ കിടക്കയിലേക്ക് പോയി കിടന്നു. ഒരു വട്ടം കിടക്കയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരുണ്ടു. അത് കണ്ടുകൊണ്ട് ടെൽസ എന്ന് എൽസമ്മ ശബ്ദം ഉയർത്തി വിളിച്ചു. അപ്പോൾ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് അമ്മയെ നോക്കി. അതിനിടയിൽ റീത്താമ്മയും പിന്നാലെ ഔതക്കുട്ടി ചായനും മുറിയിലേക്ക് വന്നു. റീത്താമ്മ അലീനയുടെ നേർക്ക് എരിയുന്ന ഒരു നോട്ടം നോക്കി. തുടർന്ന് റീത്താമ്മ എൽസമ്മയോട്, കണ്ടല്ലോ, മതി, വാ പോകാം. ഈ സമയത്ത് ടെൽസ തുമ്പിയെ പിടിക്കാൻ പോകുന്ന കൊച്ചുകുട്ടിയുടെ ഭാവത്തോടെ മുറിയിൽ നിന്നും ഇറങ്ങി നടക്കുകയാണ്. നോക്കി നിൽക്കുകയായിരുന്നു അലീന. അവൾക്ക് 17 വയസ്സ് തോന്നിച്ചു. പക്ഷെ അത്രത്തോളം മാനസിക വളർച്ചയില്ല എന്നുള്ളത് സ്പഷ്ടമായിരുന്നു. അവളുടെ വേഷധാരണം അശ്രദ്ധമായിരുന്നു. അവളുടെ മുഖം അലങ്കരിക്കപ്പെട്ടിരുന്നില്ല. എണ്ണമയമോ ചിട്ടയോ ഇല്ലാതെ മുടി അലസമായി പാറിക്കിടന്നു. അവളുടെ കണ്ണുകളിൽ വെളിച്ചം കുറവായിരുന്നു. അലീന ഇത്തരം കുട്ടികളെ മുൻപും കണ്ടിട്ടുണ്ട്. ടാനിയ മുറിയുടെ വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ട്. റീത്താമ്മയും എൽസമ്മയും തിരികെ പോയപ്പോൾ ടെൽസയെ വിളിച്ചുകൊണ്ട് ടാനിയും ഇടനാഴിയിലേക്ക് ഇറങ്ങി. ഔതക്കുട്ടിച്ചായൻ അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു ചെറിയ ചിരിയോടുകൂടി പറയാണ്, ലാലിച്ചൻ്റെ ഭാര്യയാണിത്. ആ, എനിക്ക് മനസ്സിലായി. മോൾ ശരിക്കും കണ്ടോ? കണ്ടു. സംസാരിച്ചോ? ഇല്ല. ഇവിടെ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട് മോളെ. MLA-യും പഞ്ചായത്ത് പ്രസിഡന്റും അഞ്ചലിലെ വികാരി അച്ഛനും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും എൽസമ്മയുടെ ബന്ധുക്കളും എല്ലാവരും കൂടി 10-25 പേരുണ്ട്. ആഹാ, അത്രയും പേരുണ്ടോ? ഞാൻ ചായ എടുക്കാൻ വെല്ലിപ്പച്ച. എന്തിന്? അവർ ലാലിച്ചനെ നിർത്തിപ്പൊരിക്കാൻ വേണ്ടി വന്നിരിക്കുക, അല്ലാതെ ചായ കുടിക്കാൻ വന്നവരല്ല. നീയാണ് അവരുടെ മുഖ്യ ശത്രു. ലാലിച്ചനെയും അവൻ്റെ പട്ടികളെയും പേടിച്ചിട്ടാ. അല്ലായിരുന്നെങ്കിൽ നിന്നെ കൊല്ലാനും മടിയില്ലാത്തവരാ പുളിക്കൽ വീട്ടുകാർ. വലിയപ്പച്ച, അങ്ങനെയൊന്നും പറയല്ലേ. എന്നോട് ദേഷ്യം കാണുമായിരിക്കും എന്ന് വെച്ച്. മോളെ, നിനക്കറിയാഞ്ഞിട്ടാ. ചട്ടമ്പിഴകളാ പുളിക്കക്കാർ. TV-യിൽ വെച്ച് ഒരു IAS-കാരിയെ നശിപ്പിച്ചവൻ ആ അച്ഛൻ കുഞ്ഞ് എന്ന് പറഞ്ഞവൻ. അലീന അമ്പരപ്പോടെ ഔതക്കുട്ടിച്ചായൻ്റെ മുഖത്തേക്ക് നോക്കി. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല മോളെ. നീ ഇവിടെ ഇരുന്നാ മതി. ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ലാലിച്ചൻ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഔതക്കുട്ടിച്ചായൻ ഇത് പറഞ്ഞിട്ട് മുറിയിൽ നിന്നും ഇറങ്ങി. വാതിൽ പുറമേ നിന്ന് അടച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ആരോ ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ച് ക്ലിക്ക് ശബ്ദം കേട്ട് അലീന വാതിലിന് നേരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഒരു സോപ്പ് പെട്ടി കടക്കാവുന്നിടത്തോളം മാത്രം വിടവ് വാതിലിനപ്പുറത്ത് നിന്ന് ആരോ നിൽപ്പുണ്ട്. നല്ല ആശങ്കയോടെ അലീന ചോദിക്കുകയാണ്, ആരാണത്? വാതിലിൻ്റെ വിടവ് കുറെ കൂടി വലുതായി. ഒരു ചിരിച്ച മുഖം. അത് ടെൽസയുടേതായിരുന്നു. അലീന കൈ കാട്ടി വിളിച്ചു. അവൾ അല്പം ശങ്കിച്ചു നിന്നു. പിന്നെ അതിലല്പം കൂടി തുറന്ന് നുഴഞ്ഞു കയറുന്നത് പോലെ അകത്തേക്ക് കയറി. അവൾ അലീനയുടെ അടുത്തേക്ക് വന്നു. അലീന അവളെ അടിമുടി നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, മോളുടെ പേരെന്താണ്? ടെൽസ. സുഖമാണോ മോൾക്ക്? അത് ചോദിക്കുമ്പോൾ അലീനയുടെ കണ്ണ് നിറഞ്ഞു. ആ, അതെ, സുഖാ. അവൾ ടെൽസയുടെ തോളത്ത് സ്പർശിച്ചു. ടെൽസ ആശ്ചര്യത്തോടെ അലീനയെ നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, പപ്പയുടെ മോളാ? അലീന നിറമിഴികളോടെ തലയാട്ടി. അവൾ ടെൽസയുടെ ഇരു ചുമലുകളിലും കൈവച്ചു. ചെവി മൂടിക്കിടന്ന മുടിയിഴകൾ പിന്നോട്ട് മാടി ഒതുക്കി. കവിളിണകളെ മെല്ലെ തലയിച്ചു. ടെൽസയ്ക്ക് ചിരി വന്നു. അവൾ അലീനയുടെ കൈത്തലം പിടിച്ചു നോക്കി. പനിയുണ്ടോ? ഇല്ലല്ലോ. എന്തു പറ്റി മോളെ? ടെൽസ പഴയതുപോലെ അലീനയുടെ കൈത്തലം പിടിച്ച് തൻ്റെ കവിളിലേക്ക് ചേർത്ത് വെച്ചു. ചേച്ചിയുടെ കൈക്ക് നല്ല ചൂടുണ്ട്. നല്ല സുഖം. അലീനയ്ക്ക് അത് കേട്ടപ്പോൾ കരച്ചിൽ വന്നു. ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല അവൾ ചേച്ചി എന്ന് വിളിച്ചത്. അത് അന്തരാത്മാവിൽ നിന്ന് വരുന്നതാണ്. അലീന മെല്ലെ അവളെ ആശ്ലേഷിച്ചു. അവളുടെ പുറത്തും ശിരസിലും ഒക്കെ അലീന തലോടി. അത് ഇഷ്ടമായതുപോലെ ടെൽസ അവളോട് കുറെ കൂടെ ചേർന്ന് നിന്നു. അലീന അവളുടെ മുഖം തൻ്റെ തോളിലേക്ക് അമർത്തി പിടിച്ചു. ടെൽസ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. എന്നിട്ട് ചോദിക്കുക, എന്തിനാ ചേച്ചി കരയുന്നേ? ഏയ്, ഒന്നുമില്ല. ഇത് പറഞ്ഞിട്ട് അലീന ടെൽസയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അപ്പോൾ ടെൽസ ചോദിക്കുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ വരുമോ ചേച്ചി? വരും. ഇതും പറഞ്ഞപ്പോഴേക്കും അലീന തേങ്ങി. ടെൽസ റീത്താമ്മയുടെ വിളി കോറിഡോറിൽ ശക്തമായി മുഴുങ്ങി കേട്ടതോടുകൂടി ഞെട്ടലോടുകൂടി ടെൽസ പിടഞ്ഞു മാറി. എന്നിട്ട് പറയുക, ആൻറ്റി വിളിക്കുന്നു, പിന്നെ വരാം ചേച്ചി. ഇത് പറഞ്ഞപ്പോൾ വാതിൽ കടന്ന് പുറത്തേക്ക് ഓടി. പക്ഷേ റീത്താമ്മ അവളെ സഹായിക്കുന്നത് അവ്യക്തമായി അലീനയ്ക്ക് കേൾക്കാമായിരുന്നു.
അലീന കിടക്കയിലേക്ക് ഇരുന്നു. എത്ര ശ്രമിച്ചിട്ടും കരച്ചിൽ നിയന്ത്രിക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. എല്ലാവർക്കും ഇരിക്കുവാനുള്ള ഒരു സ്ഥലം സ്റ്റാൻലിയുടെ ലിവിംഗ് റൂമിൽ ഉണ്ടായിരുന്നില്ല. അതിനാൽ സ്റ്റാൻലി അവരെ ഒരു ഹാളിലേക്ക് ആനയിച്ചു. 4 സോഫകളും കുറേയധികം കസേരകളും 4 ടീപ്പോ, വലിയ വട്ടമേശ എല്ലാം ആ ഹാളിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് MLA തോമസ് പരുത്തിക്കാട് പറയുകയാണ്, അല്ല, ഞങ്ങൾ വന്നെന്ന് അറിഞ്ഞിട്ടും മിസ്റ്റർ സ്റ്റാൻലി പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. ഉടനെ തന്നെ സ്റ്റാൻലിയുടെ യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത മറുപടി വന്നു. ഞങ്ങൾ സോൾജിയേഴ്സ് ശത്രു സൈന്യത്തെ അങ്ങനെ ഹാർദമായി സ്വീകരിക്കാറൊന്നുമില്ല. അത് കേട്ടുകൊണ്ട് തോമസ് പരുത്തിക്കാട് രാഷ്ട്രീയക്കാരുടെ പതിവ് ശൈലിയിൽ ഒന്ന് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് മറുപടിയായി പറയുകയാണ്, അപ്പോൾ ഞങ്ങൾ വെടിയുണ്ടകൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്ന് സാരം. അത് ഗൗനിക്കാതെ സ്റ്റാൻലി എല്ലാവരോടുമായി പറയുകയാണ്, ഇരിക്കണം, എല്ലാവരും ഇരിക്കണം. സ്റ്റാൻലിക്ക് പിൻപിൽ 2 നായ്ക്കൾ ചെവി വട്ടം പിടിച്ച് രംഗം ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു. തോമസ് പരുത്തിക്കാടൻ തൻ്റെ കൂടെയുള്ളവരെ സ്റ്റാൻലിക്ക് പരിചയപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി അംഗവും സാമൂഹിക പ്രവർത്തകയുമായ സാവിത്രി വിശ്വംഭരം, ഇടവക വികാരി ഫാദർ ജെയിംസ് പുത്തന്തറ, പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം മാത്യു തുടങ്ങിയവരായിരുന്നു പ്രമുഖർ. ഈ പറയപ്പെട്ട പലരെയും സ്റ്റാൻലിക്ക് മുന്നേ അറിയാമെങ്കിലും ഒരു പരിചയപ്പെടുത്തലിന് വിധേയനായി അയാൾ നിന്നുകൊടുത്തു. ബാക്കിയുള്ളവർ റീത്താമ്മയും എൽസമ്മയും അവരുടെ ബന്ധുജനങ്ങളുമായിരുന്നു. റീത്താമ്മയും എൽസമ്മയും കുട്ടികളും ഒരേ സോഫയിലായിരുന്നു ഇരുന്നത്. ടെൽസ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകുവാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും ടാനിയ പിടിച്ചിരുത്തി. അതിനാൽ ടെൽസ ശബ്ദം താഴ്ത്തി ടാനിയോട് വഴക്കിടുകയും മാന്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തോമസ് പരുത്തിക്കാടൻ സ്റ്റാൻലിയോട് കുശലാന്വേഷണം നടത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, അല്ല സ്റ്റാൻലി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ എന്ത് വിശേഷം? ബ്ലൂ ലേബൽ 2 ഇരിപ്പുണ്ട്. റെമി മാർട്ടിൻ 1.5, ഹെന്നസി 3. ഇതെല്ലാം സിംഗപ്പൂരിൽ നിന്നും ഫ്രണ്ട്സ് കൊണ്ടുവന്നതാന്നേ. പഴയതുപോലെ എയർപോർട്ടിൽ നിന്നും കസ്റ്റംസിൽ നിന്നും ഒന്നും ഇപ്പോൾ സാധനങ്ങൾ കിട്ടുന്നില്ല. തോമസ് പരുത്തിക്കാടൻ ചമ്മൽ അകറ്റുവാൻ വേണ്ടി വീണ്ടും അങ്ങ് പൊട്ടിച്ചിരിച്ചു. ചിരിക്കിടയിൽ തന്നെ വിളിച്ചു പറയുകയാണ്, ഈ സ്റ്റാൻലി ഒരു തമാശ പറഞ്ഞത് അത് തമാശയാണെന്ന് ആർക്കും പെട്ടെന്ന് പിടികിട്ടത്തില്ല. അപ്പോൾ സാവിത്രി വിശ്വംഭരം തിരക്കുകയാണ്, മിസ്റ്റർ സ്റ്റാൻലി തനിച്ചാണ് ഇവിടെ താമസം? അല്ലല്ലോ, എൻ്റെ കൂടെ വേറെയും മനുഷ്യരുണ്ട്, മൃഗങ്ങളും പക്ഷികളും ഒക്കെയുണ്ട്. ഭാര്യയും മക്കളും കൂടെയല്ലേ താമസം? ഉടനെ സ്റ്റാൻലി അവരുടെ മുഖത്ത് നോക്കി പറയുകയാണ്, അറിഞ്ഞുകൊണ്ട് പരീക്ഷിക്കരുത്. അപ്പോൾ വീണ്ടും അവർ ചോദിക്കുകയാണ്, സ്റ്റാൻലിയുടെ കൂടെ എന്തുകൊണ്ടാണ് അവർ താമസിക്കാത്തത്? അതെന്തുകൊണ്ടാണെന്ന് അവരോട് ചോദിക്കണം. ശരി, നിങ്ങൾ എന്തുകൊണ്ടാണ് ഭാര്യയുടെയും മക്കളുടെയും കൂടെ താമസിക്കാത്തത്? എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. അങ്ങനെയാണല്ലോ വേണ്ടത്. എൻ്റെ ഭാര്യയുടെ ബന്ധുക്കൾ നിങ്ങളുടെ തലയിൽ കുത്തിവെച്ച കുറേ അസംബന്ധങ്ങളുമായി എന്നെ ചോദ്യം ചെയ്യാൻ വരരുത്. മിസ്റ്റർ സ്റ്റാൻലി, ഞാൻ നിങ്ങളോട് മാന്യമായി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം. നിങ്ങളെ ആരെയും ക്ഷണിച്ചിട്ടല്ലല്ലോ ഇങ്ങോട്ട് വന്നവർ. എന്നെ ആക്രമിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ എന്ത് മാന്യമായി സംസാരം? തുടങ്ങിക്കൂ. അല്ല മിസ്റ്റർ സ്റ്റാൻലി, കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കണ്ടേ? അറിയാവുന്ന കാര്യങ്ങളെ സംസാരിക്കാവൂ. ഉപദേശിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കരുത്. ആശയം വളരെ വ്യക്തമാണ്. പിന്നീട് ഫാദർ ജെയിംസ് പുത്തഞ്ചിറയാണ് സംസാരിച്ചത്. സ്റ്റാൻലിയുടെ ഭാര്യ എന്നെ സമീപിച്ചിരുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട്, അത് പരിഹരിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. അതിനനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഫാദർ കാര്യം അങ്ങ് പറഞ്ഞാൽ മതി, വളച്ചു കെട്ടണ്ട. എൻ്റെ ഭാര്യ കുമ്പസാരുടെ കൂടിനരികെ വന്ന് എന്ത് പിറുപിറുത്തുന്നതോ അച്ഛൻ പള്ളിമേടയിൽ കയറി നിന്ന് കാണുന്നതോ അല്ല ജീവിത യാഥാർത്ഥ്യം. അതുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് കടക്കാൻ നോക്ക്. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഞങ്ങളിവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റാൻലിയോടൊപ്പം ഇവിടെ ഒരു പെണ്ണ് താമസിക്കുന്നതായി അറിഞ്ഞു. അതേപ്പറ്റി സ്റ്റാൻലിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും ചില പരാതികളും ആശങ്കകളും ഉണ്ട്. അതേപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. അപ്പോഴേക്കും വെയിറ്റ് 1 മിനിറ്റ്, സ്റ്റാൻലി പരുത്തിക്കാടിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് ഹാൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് അച്ഛൻ കുഞ്ഞ് എല്ലാവരോടുമായി വീണ്ടും പറയുകയാണ്, നമ്മളിവിടേക്ക് വന്നത് എന്തിനാണ് എന്നുള്ളത് മറന്നു പോകരുത്. ആ പെണ്ണിനെ ഒഴിവാക്കണം. പിന്നെ സ്വത്ത് ഇതിനകത്ത് വളരെ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടായിട്ട് മാത്രമേ നമ്മൾ ഇവിടുന്ന് പോകത്തുള്ളൂ. തിരികെ വന്ന സ്റ്റാൻലിയോടൊപ്പം ഒരു പെൺകുട്ടിയെ കൂടി കണ്ട് ഹാളിലുണ്ടായിരുന്നവൾ ആശ്ചര്യസ്തബ്ധരായി. സ്റ്റാൻലി അവളെ എല്ലാവർക്കും കാണത്തക്ക വിധം ചൂരോട് ചേർത്ത് കിടന്ന മേശയ്ക്ക് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. ആൾക്കൂട്ടത്തിന് മുൻപിൽ വല്ലാത്ത പരിഭ്രമത്തോടെ കുതിർന്ന അലീനയെ അങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് സ്റ്റാൻലി പറയുകയാണ്, ഇനി ചിലപ്പോൾ ഇതുപോലൊരു സന്ദർഭം കിട്ടിയെന്ന് വരില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഈ നിൽക്കുന്നത് എൻ്റെ മകളാണ്. പേര് അലീന, വയസ്സ് 24. ഔപചാരികമായിട്ടുള്ള ആദ്യത്തെ പരിചയപ്പെടുത്തലാണിത്. അലീന തൻ്റെ മുൻപിലുള്ള ആൾക്കൂട്ടത്തെ നോക്കി. എല്ലാവരുടെയും നോട്ടം തൻ്റെ നേർക്ക് തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരുതരം അധൈര്യവും ജാള്യതയും അവളെ ഗ്രസിച്ചു. അവൾ സ്റ്റാൻലിയുടെ നേർക്ക് നോക്കിയിട്ട് അല്പം കൂടി ചേർന്ന് നിന്നു. അപ്പോൾ വീണ്ടും സ്റ്റാൻലിയുടെ ചോദ്യം, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനു മുമ്പ് പൊതുവായ ചില സംശയങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ അങ്ങ് മറുപടി പറയാം. എൻ്റെ ഈ മകൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന വിവരം നിങ്ങൾ ഓരോരുത്തരെയും പോലെ എനിക്കും ഇത്രയും കാലം അറിയില്ലായിരുന്നു. ഒരു ഓർഫനേജിലാണ് ഇത്രയും കാലം അവൾ ജീവിച്ചത്. 24 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു.
പല കാരണങ്ങൾ കൊണ്ട് അത് പരാജയപ്പെട്ടു പോയി. ആ ബന്ധത്തിൽ എനിക്ക് ജനിച്ച കുട്ടിയാണ് ഇവൾ. ഉടൻ തന്നെ എൽസമ്മയുടെ സഹോദരൻ സ്റ്റീഫൻ അമർഷത്തോട് ചോദിക്കുകയാണ്, ഈ കഥയൊന്നും ഇതിനു മുമ്പ് ഇവിടെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. പറയേണ്ട ആവശ്യം വന്നില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. പിന്നെ എന്തുകൊണ്ടാണ് എൽസമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇത് പറഞ്ഞില്ല? അവളെ ചതിക്കുകയായിരുന്നില്ലേ? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇനി അർത്ഥമില്ല. വെറുതെ സമയം കളയാമെന്നേ ഉള്ളൂ. ഞങ്ങളുടെ എൽസമ്മയ്ക്കാണ് വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? സ്റ്റാൻലി ഓർക്കാപ്പുറത്ത് അച്ഛൻ കുഞ്ഞിൻ്റെ നാവിൽ വിളഞ്ഞതാണെങ്കിലും അതൊരു കനത്ത ചോദ്യമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. സ്റ്റാൻലി മറുപടി പറയാൻ വിഷമിച്ചേ പറ്റൂ. അപ്പോൾ സ്റ്റാൻലി, ഞാൻ എന്ത് ചെയ്യണമായിരുന്നെന്നോ അതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എൽസമ്മയ്ക്കും ഉണ്ട്. എന്നെ കൊല്ലുന്നതൊഴികെ. ഉത്തരം അവരെ ചിന്താക്കുഴപ്പത്തിലാക്കി. സാധ്യതകൾ അനന്തമാണ്. ക്ഷമിക്കുന്നത് മുതൽ തമ്മിൽ ബന്ധം വേർപെടുന്നിടത്തോളം ആ സാധ്യതകൾ അങ്ങനെ കിടക്കുകയാണ്. സ്റ്റാൻലി അർത്ഥസംഖ്യക്കിളമില്ലാത്തവണ്ണം പറയുകയാണ്. എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ സംശയമുള്ളവർ ഞങ്ങളുടെ ബ്ലഡ് സാമ്പിൾ എടുത്തുകൊണ്ട് തിരുവനന്തപുരം വരെ ഒന്ന് പോകണം. അവിടെ DNA ടെസ്റ്റ് നടത്തി കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അത് കേട്ടപ്പോഴേക്കും എൽസമ്മയുടെ അനുജത്തി ആൻമേരിയുടെ ഭർത്താവ് മൈക്കിൾ രോഷാകുലനായി. അയാൾ പറയുകയാണ്, ഇത്രയും കാലം ഓർഫനേജിൽ ജീവിച്ചവളെ എന്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്തു? അങ്ങനെ അങ്ങ് വിട്ടാൽ പോരായിരുന്നോ? നിങ്ങൾക്ക് മൈക്കിളെ അപ്പനും അമ്മയും ആരും എന്നെന്ന് അറിയാത്ത ഒരു അനാഥ പോലെ ജീവിച്ചവളാ എൻ്റെ മകൾ. അത് അവളുടെ തെറ്റല്ല, മറ്റാരുടെയൊക്കെയോ തെറ്റുകളാണ്. അതിൻ്റെ ശിക്ഷ അവളല്ല അനുഭവിക്കേണ്ടത്. അപ്പോൾ ഫാദർ ജെയിംസ് പുത്തത്തറ പറയുകയാണ്, ഈ കുട്ടിയെ എന്തെങ്കിലും ഹോസ്റ്റലിലേക്കോ കോൺവെൻറ്റിലേക്കോ മാറ്റി താമസിപ്പിച്ചുകൂടെ? നമുക്കത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. എൻ്റെ അച്ഛോ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഞാൻ അതിനല്ല ഇവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്. എനിക്ക് എൻ്റെ മകളോടൊപ്പം താമസിക്കുന്നതാണ് ഇഷ്ടം. അവൾ കുറച്ചു കാലമെങ്കിൽ സന്തോഷമായും സുഖമായിട്ടും എൻ്റെ കൺമുന്നിൽ ജീവിക്കുന്നത് എനിക്ക് കാണണം. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവളെ എന്നിൽ നിന്നും അകറ്റാനുള്ള ഒരു ഫോർമുലയെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. അതിനെപ്പറ്റി ആരും ചിന്തിക്കുകയും വേണ്ട. ഞാൻ അവളെ ഉപേക്ഷിക്കില്ല. അത് കേട്ടുകൊണ്ട് അലീന നിറകണ്ണുകളുടെ മുഖം ചെരിച്ച് സ്റ്റാൻലിയെ ഒന്ന് നോക്കി. ഈ സമയത്ത് പപ്പ തന്നെ ഒന്ന് ചേർത്ത് പിടിക്കുക കൂടി ചെയ്തിരുന്നെങ്കിൽ എന്നവൾ ആശിച്ചു. അപ്പോൾ സ്റ്റാൻലി അലീനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, മോൾ പൊയ്ക്കോ, ഇവർക്ക് ചായ ഇട്ട് കൊടുക്കണം. സ്റ്റാൻലി അവളുടെ തോളത്ത് മൃദുവായി തട്ടി. അലീന തലയാട്ടിയപ്പോൾ ഒരു കണ്ണീർ കണം അടർന്ന് കവളത്തുകൂടി താഴേക്ക് വീണു. പെട്ടെന്ന് സേവിച്ചൻ പറയുകയാണ്, അങ്ങനെ അങ്ങ് പോയാൽ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് ഇവളോട് ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ട്. എന്തോന്ന് ചോദിക്കാനും പറയാനും ഉണ്ടെന്ന്? എൻ്റെ മോളോട് ആരും ഒന്നും ചോദിക്കുകയും വേണ്ട, സംസാരിക്കുകയും വേണ്ട. മോശമായ ഒരു വാക്കോ നോട്ടമോ പോലും ഒരു പക്ഷേ ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല. അലീന അത് കേട്ടുകൊണ്ട് ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയി. സ്റ്റാൻലിക്ക് വേറെയും മക്കളുണ്ടല്ലോ. അവരുടെ കാര്യത്തിൽ ഇത്രയും ശുഷ്കാന്തി സ്റ്റാൻലി കാണിക്കാറുണ്ടോ? വികാരി അച്ഛൻ വല്ലാത്തൊരു നീരസത്തോടു കൂടിയാണ് ആ ചോദ്യം ചോദിച്ചത്. സോറി ഫാദർ, സ്നേഹവും കരുതലും ഇവിടെ വെറുതെ വിളമ്പുന്നതല്ല. ആവശ്യമുള്ളവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ പരുത്തിക്കാടൻ വീണ്ടും തർക്കിക്കാനുള്ള ഭാവത്തിലാണ്. അയാൾ ചോദിക്കുകയാണ്, 24 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരബദ്ധം സ്റ്റാൻലി എത്തിന് ഏറ്റെടുത്തു എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ചോദ്യം. ആ സ്റ്റാൻലിയുടെ മകളെ അവർക്ക് ഏത് കുപ്പക്കുഴിയിൽ വളർന്നാലും അവൾ സ്റ്റാൻലിയുടെ മകൾ തന്നെയാണ്. അവൾ അർഹിക്കുന്നിടത്ത് അവൾ എത്തണം. അവിടെ എത്തി. ഇതൊക്കെ കുടുംബത്തിന് അഭിമാനമാണോ സ്റ്റാൻലി? മറ്റുള്ളവരുടെ മുൻപിൽ പറയാൻ കൊള്ളാമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റാൻലി ചെയ്ത തെറ്റിൻ്റെ ഫലം ആരൊക്കെ അനുഭവിക്കണം? ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. സംഭവിച്ചൊന്നും ഇനി തിരുത്താൻ പറ്റില്ല. പെട്ടെന്ന് ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് അച്ഛൻ കുഞ്ഞ് ചോദിക്കുകയാണ്, സ്റ്റാൻലി അവളെ മാറ്റി പാർപ്പിക്കില്ല എന്നുള്ളത് തീർച്ചയാണോ? ഉടൻ തന്നെ സ്റ്റാൻലിയുടെ മറുപടി എത്തി. ആകാശം ഇടിഞ്ഞു വീഴുന്നവരെങ്കിൽ സ്റ്റാൻലി ഈ കാര്യം ചെയ്യണം. ഉള്ള സ്വത്ത് 5ആയിട്ട് ഭാഗിച്ച് അതിൽ ഒരു ഭാഗം എൽസമ്മയുടെയും മക്കളുടെയും പേരിലേക്ക് എഴുതി വെക്കണം. ആഹാ, അപ്പോൾ ഒരു ഭാഗം ആർക്കാണ്? ആ ഒരു ഭാഗം സ്റ്റാൻലിക്ക്. അത് ശരി. അപ്പോൾ അലീനയ്ക്കോ? സ്റ്റാൻലിയുടെ വിഹിതം സ്റ്റാൻലിക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാമല്ലോ. അത് ഈ ഫോർമുല ആര് കണ്ടുപിടിച്ചതാണ്? അതല്ലേ സ്റ്റാൻലി അതിൻ്റെ ഒരു ന്യായം. ഓ, അങ്ങനെയാണോ? ഞാൻ സമ്പാദിച്ച സ്വത്ത് ആർക്ക് കൊടുക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? എന്ത് അവകാശമാണുള്ളത്? അത് എൻ്റെ മക്കൾക്ക് കൊടുക്കണോ അതോ കടലിൽ കൊണ്ടുപോയി കലക്കണോ എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? അതോ നിങ്ങളാണോ? ഉടനെ സ്റ്റീഫൻ പറയുകയാണ്, നമ്മുടെ നാട്ടിൽ ഒരു പരമ്പരാഗത രീതിയുണ്ടല്ലോ സ്റ്റാൻലി. അതിനനുസരിച്ച് മക്കൾക്കാണ് അപ്പൻ്റെ സ്വത്ത്. ആരും കടലിലൊന്നും കൊണ്ട് കലക്കാറില്ല. ആ, കൊടുക്കണ്ട. സമയമാകുമ്പോൾ ഞാൻ തീരുമാനിക്കും. ആ സമയത്ത് ഈ സ്വത്തൊക്കെ ഉണ്ടാകുമെന്ന് എന്താ ഉറപ്പ്? കല്യാണത്തിന് മുൻപും പിൻപും നിങ്ങൾക്ക് ഇതുപോലെ എത്ര അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. ഇനിയും ഓർഫനേജുകളിൽ നിന്നോ തെരുവിൽ നിന്നോ സ്റ്റാൻലിയുടെ മക്കൾ വന്നേക്കാം. അല്ലെങ്കിൽ പൂർവ്വ കാമുകി എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്ത്രീ വന്നേക്കാം. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുമല്ലെങ്കിൽ സ്റ്റാൻലിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നിരിക്കട്ടെ, ഉള്ള സ്വത്തല്ല ആ പെണ്ണിൻ്റെ പേരിലായി പോയ സ്റ്റാൻലിയുടെ മക്കൾ എന്ത് ചെയ്യും? തെരുവിലിറങ്ങി തെണ്ടേണ്ടി വരില്ലേ? ധാർമ്മിക രോഷത്തോടു കൂടിയുള്ള അച്ഛൻ കുഞ്ഞിൻ്റെ സംസാരത്തിന് മറുപടിയായിട്ട് സ്റ്റാൻലി പറയാണ്, ആഹാ, എൻ്റെ മരണത്തിന് ശേഷമുള്ള കാരണങ്ങൾ നിങ്ങൾ പരിഗണിക്കുന്നുണ്ടല്ലേ? കൊള്ളാം, നന്നായിരിക്കുന്നു. ഉടനെ പരുത്തിക്കാട് പറയുകയാണ്, സ്റ്റാൻലി അവർ പറയുന്ന കാര്യമില്ലേ?
പരസ്പരമുള്ള വിശ്വാസമാണല്ലോ ദാമ്പത്യത്തിൻ്റെ അടിത്തറ. മിസ്റ്റർ സ്റ്റാൻലിക്ക് വിവാഹത്തിന് മുൻപ് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു എന്നും അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു എന്നും സ്റ്റാൻലി തന്നെ സമ്മതിച്ചതോടെ ഈ അടിത്തറ തകർന്നു. ഇനിയും അതേക്കുറിച്ച് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. സ്റ്റാൻലി പൊടും തന്നെ പൊട്ടിച്ചിരിച്ചു. അപ്പോഴേ വികാരി അച്ഛൻ മുഖം ചുളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് ഇത്ര ചിരിക്കാൻ? ഇവിടെ ആരും തമാശയൊന്നും പറഞ്ഞില്ലല്ലോ. ഇത്രയും വലിയ തമാശ ഞാൻ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് വെച്ച് കണക്ക് കൂട്ടിയാൽ 24 വർഷം മുമ്പാണ് ഞാൻ അടിത്തറ തകർത്തത്. അന്ന് ഞാൻ എൽസമയെ കല്യാണം കഴിച്ചിട്ടില്ല, കണ്ടിട്ട് പോലുമില്ല. ആ തകർന്ന അടിത്തറയിൽ നിന്നാണ് ഞങ്ങൾ വിവാഹ ജീവിതം തുടങ്ങിയതും ഇത്രയുടെ മധ്യേ എത്തിയതും. എന്നിട്ട് ഇന്നലെ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചിരിക്കുകയല്ലാതെ പിന്നെ എന്ത് ചെയ്യണം? ഫാദർ, ഉടനെ പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം മാത്യു വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതല്ല സ്റ്റാൻലിയെ പ്രശ്നം. സ്റ്റാൻലിയുടെ സ്വത്ത് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഉള്ളതാണെന്നായിരുന്നു അവരുടെ ധാരണ. മറ്റേ പെണ്ണ് വന്നതോടുകൂടി എൽസമയെ സംബന്ധിച്ചിടത്തോളം ആ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ടു. എൽസമ പോയി ബിൽഗേറ്റ്സിനെ കല്യാണം കഴിക്കട്ടെ. അയാൾക്കാണെങ്കിൽ ആയിരക്കണക്കിന് കോടി സ്വത്തിൻ്റെ വരുമാനമുണ്ട്. ഓരോ വർഷവും വമ്പിച്ച സുരക്ഷിതത്വ ബോധം കിട്ടും. പോകുന്നോ? വികാരി അച്ഛൻ വീണ്ടും ചോദിക്കുകയാണ്. നിങ്ങളെന്താ സ്റ്റാൻലി, ഞങ്ങളെ കളിയാക്കുകയാണോ? അതെ, സംശയം എന്താ, കളിയാക്കിയത് തന്നെയാണ്. ഭർത്താവിൻ്റെ വരുമാനം സ്വത്തുമാണ് ഏറ്റവും വലിയ സുരക്ഷിതത്വ ബോധം നൽകുന്ന സംഗതികളെന്ന് വിശ്വസിച്ച ഒരു ഭാര്യയോടൊപ്പം കഴിയേണ്ടി വന്നതാണ് ഫാദർ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. സ്റ്റാൻലി, അങ്ങനെ പറയരുത്. എൽസമ്മയുടെയും മക്കളുടെയും ഭാവി സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് മാത്രമാണ് അതുള്ളത്. പക്ഷെ നിങ്ങളുടെ ഓരോ പ്രവർത്തികൾ അവരെ ഭയപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയുമാണ്. അത് എൻ്റെ കുറ്റമല്ല ഫാദർ. എൻ്റെ റബ്ബർ തോട്ടത്തിലേക്ക് തന്നെ കണ്ണുനട്ട് ഇരിക്കുന്നതാണ്. ഇവിടെ നിന്ന് കണ്ണെടുക്കാതെ അവർക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. ഞാൻ മരിച്ചു പോയേക്കുമോ എന്നുള്ളതല്ല അവരുടെ ചിന്താവിഷയം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് തങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. സ്റ്റാൻലിയുടെ കടമ സ്റ്റാൻലി ചെയ്തില്ലെങ്കിൽ സോറി ഫാദർ, എനിക്ക് താല്പര്യമില്ല കൂടുതൽ സംസാരിക്കാൻ. നിങ്ങൾ ഉദ്ദേശിച്ച് വന്ന 2 കാര്യങ്ങളും നടക്കില്ല. ഒന്ന്, എൻ്റെ മകളെ ഇവിടുന്ന് പറഞ്ഞയക്കില്ല. 2, സ്വത്ത് തൽക്കാലം പങ്കുവയ്ക്കുകയുമില്ല. സ്റ്റാൻലി, നിങ്ങളുടെ ഭാര്യയും മക്കളുടെയും പരാതികൾ ന്യായമാണ്. മതി, കൂടുതൽ സംസാരിക്കേണ്ട. അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നിർവഹിക്കുന്നത്. ചോദിക്കുന്ന പണം, സൗകര്യം, ഇഷ്ടമുള്ള വിദ്യാഭ്യാസം ഒന്നിനൊരു കുറവുമില്ല. ഇതുവരെ വരുത്തിയിട്ടില്ല. വേറെ ഒന്നും പറയാനില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പോഴേക്കും വീണ്ടും അച്ഛൻ കുഞ്ഞ് ചാടി അങ്ങ് എഴുന്നേറ്റു. അങ്ങനെ തന്നിഷ്ടത്തിന് തന്നെത്താൻ തീരുമാനിച്ചാൽ പോരല്ലോ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. ആരാ നിങ്ങളുടെ നേതാവ്? ആ നേതാവിനോടാണ് ഞാൻ പറയുന്നത് ഈ മീറ്റിംഗ് ഒന്ന് പിരിച്ചു വിട്ടേക്കണം. സ്റ്റാൻലി ജോസഫ് പുത്തൻതറയെയും പരുത്തിക്കാടിനെയും നോക്കി. എന്നിട്ട് വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ സ്റ്റാൻലി. 2-1 അറിഞ്ഞിട്ടേ ഞങ്ങൾ പോവൂ. ഇത് പറയുന്നതുകൊണ്ട് സ്റ്റീഫൻ എഴുന്നേറ്റു. സ്റ്റാൻലി ജോസഫിനെ തടഞ്ഞു. പെട്ടെന്ന് ഒരു മുരൾച്ച കേട്ടുകൊണ്ട് എല്ലാവരും മേശച്ചൂട്ടിലേക്ക് നോക്കി. ശാന്തരായി കിടന്ന നായ്ക്കൾ 2 എഴുന്നേറ്റ് കാതു കുറിപ്പിച്ച് നിൽക്കുകയാണ്. അതിലൊരെണ്ണം സ്റ്റീഫന്റെ നേരെ നോട്ടമിട്ടിരിക്കുന്നു. ഒരു പശുക്കിടാവിനോളം വലിപ്പമുള്ള ഒരു നായ. അത് നടന്ന് സ്റ്റാൻലിയുടെ അരികിലെത്തി. എന്നിട്ട് സ്റ്റീഫന്റെ നേർക്ക് ചെവി വട്ടം പിടിച്ചു. സംഗതി പരുവക്കേടാണെന്ന് രാഷ്ട്രീയ നേതാക്കൾക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും പള്ളിയിലച്ഛനും എല്ലാം മനസ്സിലായി. പെട്ടെന്നൊരു ഭയം ഓരോരുത്തരെയും ഗ്രസിക്കുവാൻ തുടങ്ങി. എപ്പിസോഡ് വിശേഷമായി പുതിയ വീഡിയോയിലൂടെ എത്താം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്